ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റ് കഴിഞ്ഞ് നേരെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടിട്ട് നേരെ വാഷ്റൂമിൽ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇനി കുറച്ച് ചൂടുവെള്ളം കുടിക്കണം. അത് കഴിഞ്ഞൊരു കോഫി അല്ലെങ്കിൽ ചായ, അത് നിർബന്ധമാണ് കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഒരു കട്ടൻ ചായ ഇടുവാണ് കേട്ടോ. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഫേസ് കുറച്ച് നേരം സ്വെല്ല് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബ്രഞ്ച് ആക്കിയിട്ടാണ് കഴിച്ചത്. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് നല്ല അടിപൊളി ബീഫ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ബീഫ് ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് ബീഫ് ഇഷ്ടമാണെങ്കിലും ബീഫ് ബിരിയാണി ആയിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല. സോ അടിപൊളിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇത്രയും ഭാഗത്ത് തൊലി പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രോ ഏരിയയിലാണ് വീണത്. പക്ഷേ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. നല്ല തിളച്ച വെള്ളം കെറ്റിലിൽ നിന്ന് ഞാൻ ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഭവിച്ചത്. അയ്യോ, എൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇപ്പം തന്നെ നല്ല ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ ഇങ്ങനെ കോമ്പളച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നേ. ഇപ്പം മുടിയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നല്ല പെയിനുണ്ട്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്താണ് ഫ്രണ്ട് വിളിച്ചത്. നമുക്ക് എന്തായാലും ചുമ്മാ ഒരു മൂവിക്കൊക്കെ പോവാം. കുറേ നാളായി ദുബായ് മാളിലേക്ക് പോയിട്ട്. സോ എന്തായാലും അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് മാളിലേക്ക് പോവുകയാണ്. നോർമലി ഉള്ള ഡേയ്സൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 40 മിനിറ്റ്സൊക്കെ എടുക്കും കേട്ടോ. പക്ഷേ ഇന്ന് ജസ്റ്റ് 18 മിനിറ്റ് കൊണ്ടിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ഇല്ലേ, ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടോ? ഹൊറൈസൺ ഇലൂഷൻ. അതായത് നമ്മൾ സൂര്യനെ ഭയങ്കര വലുതായിട്ടാണ് കാണുന്നത്. നോർമലി കാണുന്നതിലും ഭയങ്കര വലിയ സൈസായിട്ടാണ് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നത്. ഇന്നാണെങ്കിൽ ഭയങ്കര വിസിബിളായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അതാണ് ഞാൻ കൂടുതലും വീഡിയോ എടുത്തത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബിൽഡിങ്സിൻ്റെ ഒക്കെ നടുക്കായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് ഞാൻ സ്റ്റിൽ എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ നമ്മളിതാ മാളിൻ്റെ അങ്ങോട്ട് എൻട്രി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ കൂടി പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്സ്. ഭയങ്കര അത്ഭുതമാണ്. ഓരോ ബിൽഡിങ്സും ഓരോ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബുർജ് ഖലീഫ ആ ഒരു അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ദുബായ് മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ മാളിലേക്ക് കയറണം. ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ തന്നെ വേറൊരു ലോകമാണ്. ഒരുപാട് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ 2-3 സ്റ്റോറിലൊക്കെ ഒന്ന് കയറി നോക്കണം. കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മിക്കപ്പോഴും ഇവിടെ എല്ലാ ബ്രാൻഡ്സിനും 50%, 40% ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് നല്ല സാധനങ്ങളൊക്കെ, നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നല്ല ലക്ഷറി ബ്രാൻഡ്സൊക്കെ നല്ല റേറ്റ് കുറവിലൊക്കെ സെയിൽ വരാറുണ്ട് കേട്ടോ മിക്കപ്പോഴും. എനിക്കാണെങ്കിൽ ഇവിടുത്തെ സെഫോറയിലൊന്ന് കയറണമെന്നുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കുമായിരുന്നു. പക്ഷേ വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായില്ല. എന്തായാലും നെക്സ്റ്റ് ഒരു വർക്കിംഗ് ഡേയിൽ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു. നോർമലി നോക്കുകയാണെങ്കിൽ എല്ലാ ഡേയ്സും ഇവിടെ തിരക്കാണ്. ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം നിങ്ങൾ മാളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വാ.
അങ്ങനെ മാർക്ക് ആൻഡ് സ്പെൻസർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ജീൻസൊക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള ഒരു രൂപത്തിൽ കയറിയതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതാന്നൊക്കെ ഉള്ളത് വേറൊരു വ്ളോഗിൽ പറയാം കേട്ടോ. കാരണം എല്ലാം കൂടി ഇതിൽ ആഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അത് മാത്രമല്ല കുറച്ച് ലെങ്തി ആയി പോകും. അങ്ങനെ നമ്മുടെ മൂവിക്ക് ഏകദേശം ടൈം ആവാറായിട്ടുണ്ട്. അവിടെ നിന്നപ്പോഴാണ് ഒനിറ്റ്സുക ടൈഗർ കണ്ടത്. എന്തായാലും ഞാനൊരു യെല്ലോ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന അറിയില്ല. ചിലപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യും. 45 ഡേയ്സാണ് അവർ വെയിറ്റിംഗ് ടൈം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം സമയമായത് കൊണ്ടിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് തപ്പലുണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ടിക്കറ്റ് കാണിച്ചിട്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ നമ്മളപ്പോൾ നമ്മുടെ കൗണ്ടർ ഏതാന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി നടക്കുകയാണ്. പിന്നെ അവിടെ എത്തി കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ടൈം പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ നല്ല ടയർഡ്നെസ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ കുറച്ച് പെപ്സിയും പോപ്കോണും അതേപോലെ ഫ്രൈസൊക്കെ മേടിച്ചിട്ടാണ് കയറിയത്. സോ നമ്മൾ തിയേറ്ററിലെത്തി കേട്ടോ. ഇനിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ബാക്കിൽ ഫുള്ള് അറബീസായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരു സത്യം ഞാൻ അറിഞ്ഞത്. ഞാൻ ഇത്രയും നേരം തിയേറ്ററിൽ കയറുന്ന സമയം വരെ വിചാരിച്ചിരുന്നത് മൈക്കിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അതായത് നമ്മളിവിടെ നിന്ന് പ്ലാൻ ചെയ്ത് മൈക്കിളിനാണ് ടിക്കറ്റ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് വേറൊരു ഇംഗ്ലീഷ് മൂവിയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നേരെ ഫുഡ് കോർട്ടിൽ വന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പം തന്നെ 12:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ നേരെ വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.